ഞാൻ ഇതിലോട്ട് കണ്ടു മാറ്റുമ്പോ നിങ്ങൾ ക്യാമറ നീക്കി ചേച്ചിടത്തോളം നീ മാനേജ് ചെയ്തു. ഓക്കെ, നിന്റെ വണ്ടി ഇന്ന സ്ഥലത്ത് ഇരിപ്പണ്ടാലടാ ഞാൻ കണ്ടല്ലാന്നും പറഞ്ഞു. അങ്ങനെ ഞാനിതിലൊക്കെ നോക്കണൊക്കെ എഡിറ്റ് ചെയ്യണോട്ടാ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. സോ ഇന്ന് വി ഹാവ് കം വിത്ത് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വീഡിയോ. ഇന്ന് നിങ്ങൾക്ക് സെറ്റപ്പ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് നമ്മളൊരു ഇന്റർവ്യൂ സെഷൻ ആണ്. ആൻഡ് ടുഡേ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്. സോ സ്പെഷ്യൽ ഗസ്റ്റിനെ എനിക്ക് ജനിച്ച അന്നോട്ട് അറിയാവുന്ന ആളാണ്. സോ ബേസിക്കലി കുഞ്ഞിലെ തൊട്ട് എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആണെന്ന് പറയാം. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രിപ്സ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒരിക്കലും ബൈക്ക് റൈഡ്സിനൊന്നും ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് എനിക്കറിയാം. ബട്ട് ദെൻ ഒരു ലാസ്റ്റ് 1-2 വീക്സിൻ്റെ ഇടയ്ക്ക് ഹി വെന്റ് ഓൺ എ ബൈക്ക് റൈഡ് ഓൺ എ ബുള്ളറ്റ്. സോ ഞാൻ ഇന്ന് അദ്ദേഹത്തെ പിടിച്ചുപിടി ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ബുള്ളറ്റ് റൈഡിന് പോകുന്നതിനെ കുറിച്ച്. ആൻഡ് ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ഇനി ബുള്ളറ്റ് റൈഡ്സ് പോകണമെങ്കിലൊക്കെ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് വീഡിയോ. സോ ലെറ്റ് മീ വെൽക്കം ദ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദിസ് of the first episode of the first season of Interviews with Tara. Pan cheyanda. Are you ready? 1, 2, 3. Mr. Pradeep. So Mr. Pradeep also my daddy. ആള് നമ്മുടെ ബുള്ളറ്റ് ട്രിപ്പ് ഒക്കെ പോയി വന്നിട്ടുള്ള ആള്. സോ നമുക്ക് ചോദിച്ചറിയാം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛൻ കുഞ്ഞിലേ തൊട്ട് ഇപ്പൊ കഥയൊക്കെ പറഞ്ഞേക്കുമ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോ സ്ഥലം കാണാനുള്ള ആഗ്രഹത്തിലൊക്കെ ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ദൂരെ ഓരോ സ്ഥലത്ത് അങ്ങനെയൊക്കെ. അപ്പൊ കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ കൊടൈക്കനാൽ വരെ ബുള്ളറ്റില് യാത്ര ചെയ്യണം? അല്ലെങ്കിൽ അച്ഛന് ഏത് പ്രായത്തിലാണ് ഒരു ആഗ്രഹം ആദ്യമായിട്ട് ലൈഫിൽ വന്നത്? ഞാൻ ചെറുപ്പത്തില് എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ 2 വീലർ ഓടിക്കുന്നതാണ്. അന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഒരു SD ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു. അവളുടെയൊക്കെ പോയിട്ട് ചെറിയ ആക്സിഡന്റ് ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ അധികം അതൊക്കെ ഒരു 22 ഇയറിലാണ്. ഇത് 18 വയസ്സിൽ ഞാൻ ഈ വരാപ്പുഴ മീൻ മാർക്കറ്റിൽ ഫിഷ് വാങ്ങാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ആക്സിഡന്റ് ഉണ്ടായത് എനിക്ക്. അതിനുശേഷം കുറെ ആൾ പിന്നെ ഓടിക്കലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഗൾഫിലൊക്കെ പോയി വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാൻ വണ്ടി മേടിച്ചത്. സ്വന്തമായിട്ട് വണ്ടി മേടിച്ചത് ആദ്യമായിട്ട് മേടിച്ചത് ഞാൻ സുസുക്കി വണ്ടിയായിരുന്നു ആദ്യം മേടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അത് കൊടുക്കും. അത് കണ്ട് പല പല വണ്ടികൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനൊരു 93-94 എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ശബരിമലയ്ക്ക് ബൈക്കിന് പോയിട്ടുണ്ട്. പിന്നെ കുമിളിയല്ലോ ആ സ്ഥലത്തിന്റെ പേര് മറന്നു. ഇടുക്കി സൈഡ് തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ബൈക്കിന് പോയിട്ടുണ്ട്. മുരളി ഞാനും കൂടി അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ്, അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വടക്കോട്ട് കോഴിക്കോട് വരെ പോയിട്ടുണ്ട് ബൈക്കിന്, യമഹക്ക്. അങ്ങനെ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ബട്ട് ഇതെന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. ഇത് കൊടൈക്കനാൽ പോകാന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. കാരണം അത് ഫുള്ളി ഹൈ റേഞ്ചാണ്. ഓൾവേസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് പോകാം വണ്ടി. അത് നല്ല രസമായിരിക്കും. അതിനു വേണ്ടിയാണ് എനിക്കിഷ്ടം. അപ്പൊ ട്രിപ്പ് ബുള്ളറ്റിന് പോകാൻ തീരുമാനിച്ച സമയത്ത് കൊടൈക്കനാലാണ് പോവേണ്ടത് എന്നുള്ളത് എപ്പോഴാണ് തീരുമാനിച്ചത്? എന്ന് പറഞ്ഞാൽ എന്തോരം സ്ഥലത്ത് പോയി ഒരുപാട് പേരൊക്കെ വേറെ പല സ്ഥലത്തും നോർത്തൊക്കെ പോകുന്നുണ്ട്. നോർത്തല്ല എന്നാലും ഇവിടെ കൊടൈക്കനാൽ പോകാനുള്ള മെയിൻ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്റെ വൈഫിന്റെ പെർമിഷനുള്ളൂ എനിക്ക് പോകാനായിട്ട്. അത് ആദ്യത്തെ പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞാൽ അവള് അടുത്ത ട്രിപ്പ് നമുക്ക് ലോങ് അപ്രൂവൽ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വൈഫിനെ അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞാനും അളിയന്റെ ഒരു കൂട്ടുകാരും കൂടിയാണ് ട്രിപ്പ് പോകാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അളിയൻ പറഞ്ഞ പതിവ് നമുക്ക് കൊടൈക്കനാൽ പോകാം ഫസ്റ്റ് ഇതിനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കതിലൊരു ഒപ്പീനിയൻ ഇല്ല. അളിയൻ പറയണത് നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാം. അളിയൻ പറഞ്ഞ വേറെ സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകാം. അളിയന്റെ കൂടെ പോകാം. അളിയൻ പുതിയ ബൈക്ക് മേടിച്ചാണ്. അപ്പൊ അളിയൻ പുതിയ ബൈക്ക് മേടിച്ച ആ ആഴ്ചയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് റൈഡ് പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അച്ഛനിൽ ഇത്ര നാള് ബുള്ളറ്റ് ഉണ്ടായിട്ടും അച്ഛൻ ഇതുവരെ ട്രിപ്പ് പോവാണ്ട് എന്ത് പറ്റി? അളിയൻ ബുള്ളറ്റ് മേടിച്ചപ്പോ ഞാൻ ഒറ്റക്ക് റൈഡ് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബുള്ളറ്റ് റൈഡ്
കാരണം പ്രായമായില്ലേ, അതുകൊണ്ടാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് ബുള്ളറ്റ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇനിയും ഒരു രസം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിൽ പോയതാണ് ഞാൻ. ഓക്കെ, ഞാൻ ഇപ്പൊ ചെറുതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റെക്കോർഡ് ബുക്കാണ് ചെറുതായിട്ട്. അതിൽ കാണിക്കേണ്ടത് അല്ല എനിക്ക് പറയാനാണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാനാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ പതുക്കെ ചോദിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ അച്ഛന്റെ ഈ പ്രായത്തില് അപ്പൊ എന്താ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് സോളോ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സോളോ ട്രിപ്പ് പോയി എന്ന് പറയുമ്പോ എപ്പോഴും ഒരു റീസൺ ആയിട്ട് പറയുന്ന കാര്യമാണ്, ഈ പ്രായത്തിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് ബുള്ളറ്റ് റൈഡ്സ് പോകുന്ന സമയത്ത് നമുക്ക് ഈ പ്രായത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ, ഒരു 50 വയസ്സായിട്ടോ 55 വയസ്സായിട്ടോ പോകാൻ പറ്റില്ല എന്നവര് പറയാറുണ്ട്. പക്ഷെ അവരാ പറയുന്ന ആ ഒരു ബാർ ഏജിലാണ് അച്ഛൻ ബുള്ളറ്റ് ഓടിച്ച് പോയത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആൻഡ് വേറെ അച്ഛന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 55 വയസ്സുള്ള വേറെ ആൾക്കാർക്ക് അച്ഛൻ ഇത് റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും. 55 വയസ്സ്, 55 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അല്ലാതെ നമ്മുടെ ഹെൽത്ത് ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല. എനിക്ക് 55 വയസ്സിലും ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യാനും ബുള്ളറ്റ് ഡ്രൈവ് എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റി. ഞാൻ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതെ അതെ അതെ, അതും ശരിയാണ്. അപ്പൊ എനിക്ക് അതിൽ യാതൊരുവിധ പ്രശ്നമില്ല. 55 വയസ്സായാലും 60 വയസ്സായാലും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ പോണം, കാഴ്ചകൾ കാണണം. ഈ ലോകത്ത് ഒരുപാട് കാണാനുണ്ട്. വെറുതെ വീട്ടിലിരുന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാഴ്ചകൾ കാണണം, നമ്മൾ മനസ്സിന് കുളിർമ എന്തിനൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്യണം. അതാണ് ഞാൻ പറയുള്ളൂ. അപ്പൊ ഈ ട്രിപ്പ് പോയി വന്നാല് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ട്രിപ്പിന്റെ കാര്യങ്ങളോട്ട് കടക്കാം. പക്ഷെ ഈ ഫുൾ ട്രിപ്പ് പോയി വന്നാല് ഒറ്റ ഒരു കാര്യം അച്ഛന് പടയുന്ന ഈ ട്രിപ്പ് പോയാല് ഇതായിരുന്നു ബെസ്റ്റ് മൊമെന്റ്, ഞാൻ ഇത് മറക്കില്ല, അതുപോലെ ഒരൊറ്റ കാര്യം പറഞ്ഞ പെട്ടെന്ന് എന്താ മനസ്സിലോട്ട് തന്നെ? എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, ഒരു ചായക്കട നിർത്തിയായിരിക്കും, അല്ലെങ്കിൽ പോയപ്പോ ഇതൊരു റൂട്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്, ഞങ്ങള് ഇവിടെ നിന്ന് പോയിട്ട് പൂമ്പാറയിൽ നിന്ന് വണ്ടി നിർത്തി ഒരു കോഫി കുടിച്ചു. കോഫി കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് സാധാ കോഫി ഷോപ്പ് ഇല്ല, കോഫി ഷോപ്പാണ് പൂമ്പാറ. അപ്പൊ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഒരു 2 കിലോമീറ്റർ ചാറ്റൽ മഴ തുടങ്ങി. ആ മഴയത്തുള്ള ഒരു ഡ്രൈവ് ഞങ്ങള് കുമളി വരെ പോയി. അവിടെ നിന്ന് കുമളിക്ക് ഒരു 10-50 കിലോമീറ്റർ ഉണ്ട് തോന്നണം, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. 50 കിലോമീറ്റർ ചെറിയ ചാറ്റൽ മഴയും നല്ല കാറ്റും അടിപൊളി വഴിയും സൂപ്പർ റോഡ്. ഒരിക്കലും മറക്കില്ല ഞങ്ങള് ആ ഒരു ട്രിപ്പ്. അത്രയും ദൂരം അത് നൈസായിരുന്നു. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഫുൾ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണ്ടേ? ഫുൾ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണ്ടേ? ഓക്കെ. അപ്പൊ അച്ഛൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതിന്റെ സമയവും വീട്ടിൽ തിരിച്ചു വന്നതിന്റെ അതുവരെയുള്ള ഡീറ്റെയിൽ ആണ് എനിക്ക് അതുവരെയുള്ള ഡീറ്റെയിൽ അറിയാം. അച്ഛൻ ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ ഫസ്റ്റ് ടാസ്ക് പെർമിഷൻ എടുക്കുക എന്നായിരുന്നു. എന്റെ അമ്മയുടെ പുറകെ നടന്ന് അമ്മ ഇനി ചോദിക്കരുത്, ആകൊറ്റ പ്രാവശ്യമാണ് വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇത് ചെയ്തിട്ടാണ് അച്ഛന് ട്രിപ്പ് പോവാതെ ചെയ്തത്. അതും പോയി ഇത്ര ദിവസം തിരിച്ചു വരണം, അങ്ങനെ ഫുൾ കണ്ടീഷനിലാണ് അച്ഛൻ ട്രിപ്പ് പോകുന്നതെന്ന് എനിക്കറിയാം. ട്രിപ്പ് പോകാനായിട്ട് നമ്മൾ പണ്ട് സൗദിയിലായിരുന്നപ്പോഴുള്ള കോട്ട് സംഭവങ്ങളെല്ലാവരും നമ്മൾ എടുത്ത് അതൊക്കെ നമ്മൾ അലക്കിയിട്ടില്ല, ഏതായിരിക്കും ബുള്ളറ്റ് പോകുമ്പോൾ ഏറ്റവും നല്ല ഇത്, പിന്നെ ഗ്ലൗസ് ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കുറെ പ്രിപ്പറേഷൻസ് ഈ ഒരു ട്രിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുറെ മാസം അച്ഛൻ ഇത് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പിന് അച്ഛൻ പോകുന്നത് ഇവിടെ നിന്ന് വെളുപ്പിന് 4 മണിക്ക് 5:30 മണിക്ക്. അത് പോയത് ഒരു ജനുവരി 7-ാം തീയതി അങ്ങനെ എന്തോ 14-ാം തീയതി ട്രിപ്പിന് പോയി 3-ാം ദിവസം വൈകുന്നേരം 7:30 തിരിച്ചെത്തി. ഈ പോയ 2.25 ദിവസം എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട് അച്ഛൻ ഇവിടെ നിന്ന് കേറിയപ്പോ തൊട്ട് എങ്ങനെയാണ് ഫുൾ നമുക്ക് വള്ളി പുള്ളി വിടാതെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണ്ടേ? യെസ്, പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഓഡിയൻസ് അത് കേൾക്കാൻ വെയിറ്റ് ചെയ്യാണ്. വിനോദ് മാമ എനിക്ക് ആക്ച്വലി ഞാൻ തുടങ്ങിക്കോട്ടെ.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് ചെറിയ നല്ല കാറ്റിന് ചെറിയ തണുപ്പത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമുക്ക്. അത് ലൈഫിൽ വളരെ ചെറിയ മൂമെൻറ്റിൽ നമുക്ക് വീണ് കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണല്ലോ, സന്തോഷമുള്ള കാര്യം. അപ്പോൾ അളിയൻ എന്നോട് ചോദിച്ച് അളിയ നമുക്ക് പോകാം, ഞാൻ പറഞ്ഞു യെസ് നമുക്ക് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ 3 ദിവസം ഞങ്ങൾക്ക് ഡേറ്റ് മാറ്റേണ്ടി വന്നു പല പല കാരണങ്ങളായിട്ട്. അവസാനം തീരുമാനിച്ച് ജനുവരി 15-ാം തീയതി പോകാം എന്ന്. അങ്ങനെ ജനുവരി 15-ാം തീയതി 5:30 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളുടെ ലക്ഷ്യം കൊടൈക്കനാലാണ്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ കോട്ടയം പാല വഴി, കുമളി റൂട്ട് വഴി, കമ്പന്തേനി വഴി കൊടൈക്കനാലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ അളിയൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യണം. അവൻ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. അവൻ്റെ വീട് പൊടിമുറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളുടെ കൂടെയാണോ അതോ നിങ്ങൾ അവരുടെ കൂടെയാണോ പോയത്? അത് സെയിം. അപ്പൊ അവനെ പിക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ റൂട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പാലക്കാട് വഴി പോകുന്നതാണ് കൊടൈക്കനാലിൽ ബെസ്റ്റ്. പക്ഷെ ഇതാണ് നല്ലത്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്ന 5:30 മണിക്ക് വിട്ട് അളിയനാണ് ആ സമയത്ത് വണ്ടി ഓടിക്കുന്നത്. വെളുപ്പിന് 5:30 മണിക്കാണ് നേരെ വിട്ട് ഏതാണ്ട് 8:30 മണിയായപ്പോഴൊക്കെ ഞങ്ങൾ പൊടിമുറ്റത്തെത്തി. പൊടിമുറ്റത്ത് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഓടിയപ്പോഴേക്കും ഞങ്ങൾ ഈ ഇവിടെ കുറൂലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കുറൂലങ്ങാട് എത്തിയപ്പോ അളിയനോട് അപ്പൊ അളിയനോട് പറഞ്ഞ അളിയ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം, 2 മണിക്കൂർ കഴിഞ്ഞല്ല വണ്ടി ഓടിക്കുന്നത്. ഓക്കെ നിർത്തി ഒരു ചായ കുടിച്ച് നേരെ വിട്ടു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഓടി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജെറോമിനെ വിളിച്ചു. ജെറോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന പയ്യനാണ്, എൻ്റെ അളിയൻ്റെ കൂട്ടുകാരനാണ്. അവനൊരു കോളേജിൽ PR ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് ട്രിപ്പൊക്കെ പോയിട്ടുള്ള അതെ, ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് ഒരുപാട് സ്ഥലങ്ങളും കറക്റ്റായിട്ട് അറിയാം. എൻ്റെ അളിയനെ കുറിച്ച് പറഞ്ഞില്ല. അളിയൻ സജി എൻ്റെ ഇളയ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നതാണ്. അളിയൻ FSCL വർക്ക് ചെയ്യുന്നത്. FSCL ഒരു ഇൻവെന്ററി മാനേജറായിട്ട് ആണെന്ന് തോന്നുന്നു പുള്ളി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അളിയനായിട്ട് ഇപ്പൊ 10-25 വർഷമായിട്ടോ ബൈ കറക്റ്റ്. അവൻ്റെ ഈ പൊടിമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡിങ് ചെയ്യലും അവൻ വരുന്നതും അവരുടെ സെയിം സെക്കൻഡിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടൈം ഡിലേ എങ്ങും ഉണ്ടായില്ല. അവിടെ നിന്ന് നേരെ പൊടിമുറ്റത്തു നിന്ന് നേരെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ അളിയൻ്റെ വണ്ടിയുമ്പോൾ ഞാനും അവൻ സിംഗിൾ ഡ്രൈവാണ്. അത് ബുള്ളറ്റ് അല്ല, അത് സ്പോർട്സ് റൈഡ് വണ്ടിയാണ്. അത് റൈഡറാണ്. പിന്നെ എൻ്റെ വണ്ടി ഞാൻ അവിടെ മുതൽ ഞാൻ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അളിയൻ പറഞ്ഞ് ഹൈ റേഞ്ച് ഓടിച്ചോ, ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, അളിയൻ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവേണ്ടി ഇവിടെ നിന്ന്. അങ്ങനെ പോയി ഞങ്ങൾ പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 35 കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഞങ്ങൾ. അത് നല്ലൊരു വ്യൂ ഉള്ള ഏരിയയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. അവിടെ നിർത്തി ഒരു ചായയും കൂടി കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് ജെറോമിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അല്ല, ഈ പറയുന്ന റോട്ടിൽ ജെറോമിന് അവിടെ മുതൽ ഇവിടെ മൊത്തം ആൾക്കാർക്ക് അറിയാം. അങ്ങനത്തെ ഒരു ചെക്കനാണ്. എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് വിശേഷം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു പയ്യനാണ്. അല്ലാതെ അപ്പൊ ജെറോം പയ്യനാണ്, 33 വയസ്സ്. ജെറോം പയ്യനാണ്. ബേസിക്കലി ജെറോമിന് ഇങ്ങനെ റൈഡ് ഒക്കെ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടി കൂട്ടിയിട്ട് ഇവര് കൂടെ പോയാൽ ചെറുതായിട്ട് പറയാം. അപ്പൊ ഞങ്ങള് അങ്ങനെ പുള്ളിക്ക് വെറുതെ റോഡ് സൈഡിൽ ഓൾറെഡി ഫ്രണ്ട്സ് ഉണ്ട്. അത് അവിടെയൊക്കെ ടീ ഷോപ്പുകൾ ഉണ്ട് മോനെ. അതല്ല പുള്ളിയുടെ ഫ്രണ്ട്സ് അപ്പൊ ആരാ? ടീ ഷോപ്പിലുള്ളവര് ചായക്കടയിലെ ആൾക്കാരെ പുള്ളി ഫ്രണ്ട്സ്. ചായക്കടയല്ല അത്, ശരിക്കും പറഞ്ഞാൽ ടീ എന്നിട്ട് നവ്യയുടെ ഒക്കെ പോലത്തെ ഉള്ള കോഫി ഷോപ്പുകളാണ്. കോഫി ഷോപ്പുകളാണ്. അവിടെയുള്ള ഫ്രണ്ട്സ് ആൾക്കാരും കാഷ്യർ ഉണ്ട്, സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അവിടെ വരുന്നവര് അതിലെ റോട്ടിൽ കൂടി പോകുന്നവർ ഇവന്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും അത് ജെറോമിന്റെ വണ്ടിയാണെന്ന് മനസ്സിലാവും. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് അവന്റെ പ്രിൻസിപ്പൾ അതിൽ പോകുന്നത്.
പ്രിൻസിപ്പൾ പോയിട്ട് ഇങ്ങനെ ഏറ് കണ്ടിട്ട് നോക്കിയിട്ട് പോയുള്ളു, നേരിട്ട് നോക്കില്ല. അവിടെ ചെന്നിട്ട് പുള്ളി വിളിച്ച് നിന്റെ വണ്ടി ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാകലടാ, ഞാൻ കണ്ടല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പോയിട്ട് ഞങ്ങള് നേരെ പോണത് കുമളി വഴിയാണ്. കുമളി വഴി പോകുന്ന പറഞ്ഞാൽ അടിപൊളി, നല്ല സൂപ്പർ. കുമളി ഇല്ല, ഞാൻ പോയിട്ടുണ്ട്, ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. കുമളിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, കുമളി, തേക്കടി, ഒരു മിക്ക സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ചെറുപ്പത്തിലാണ് പോയത്, അതുകൊണ്ട് എനിക്ക് അത്ര ഇതില്ല. അതേസമയത്ത് കമ്പന്തേനി വഴി നമ്മൾ മൂന്നാർ വഴി നമ്മൾ വന്നിട്ടുണ്ട് ഒരിക്കൽ. നമ്മള് ഇവിടെ പോയിട്ടും പളനിയിലൊക്കെ പോയിട്ട് വന്നത് നമ്മൾ ഒരിക്കൽ കമ്പന്തേനി വഴിയാണ്. പക്ഷെ കുമളി റൂട്ടിൽ കൂടിയല്ല, വേറെ റൂട്ടിൽ കൂടിയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. നല്ല രസം, വണ്ടി ഓടിക്കാൻ ഭയങ്കര രസം. അങ്ങനെ ആടിപ്പാടി അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അതെ, ഇല്ല, ഞാൻ സജീവ് സംസാരിക്കണം, അവന്റെ വണ്ടി വിട്ടു പോണം. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ജെറോമി കൊണ്ടുവന്ന് വണ്ടി നിർത്തിയാക്കണം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ജെറോമി അപ്പൊ പൈപ്പുകൾ കാണിച്ചു തന്നു. അപ്പൊ ഭയങ്കര വലിയ ഭീമമായിട്ടുള്ള പൈപ്പുകൾ മൂടിന്ന് ഇങ്ങനെ വരുന്നു. എന്താണത്? അങ്ങനെ ജെറോമി വണ്ടി അവിടെ വണ്ടി ഒതുക്കിയപ്പോ നല്ല കാറ്റും നല്ല തണുപ്പും. ഇറങ്ങിയപ്പോ ജെറോം പറഞ്ഞു, ഇതാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ്. അപ്പൊ അതൊക്കെ കാണിച്ചു തന്നു, അതിനെ കുറിച്ച് പറഞ്ഞൊക്കെ തന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും വിട്ട് ഞങ്ങള് ഈ കമ്പന്തേനി വഴി പോകാനുള്ള പരിപാടി തന്നെ കുമളി വിട്ട് കമ്പന്തേനിലോട്ട് കടന്നു. അപ്പോഴേക്കും ഏതാണ്ട് സമയം ഏതാണ്ട് ഒരു 12:45 ആയി. അപ്പൊ ഇവനോട് ഇവന്റെ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജെറോമിനോട്, എടാ നിന്റെ കൂടെ വരുന്നത് ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, 55 വയസ്സ് 58 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പല പല അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അവരെ കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കാനും അവരെ കൺട്രോൾ ചെയ്ത് സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോകാനും നീ എല്ലാം ശ്രമിക്കണം. നീ ഓവർ സ്പീഡിലൊന്നും പോകരുത്. അങ്ങനെ കുറെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളി. ഈ അച്ഛനൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇവനെ വിട്ടത് ഞങ്ങൾ. അങ്ങനെ ഒരു 12:45 ആയപ്പോഴേക്കും ഞാൻ ഇവനോട് വണ്ടി സ്ലോ ആക്കിയിട്ട് ലൈറ്റ് അടിച്ച് സ്ലോ ആക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാം, ഹോട്ടൽ നോക്കിക്കോ. അപ്പോൾ ഇവൻ പറഞ്ഞ് നമുക്ക് തേനി ചെന്നിട്ട് കഴിക്കാം എന്ന് പറയണം. ഓക്കെ, വിട്ട്. അങ്ങനെ വിട്ട് 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ തേനിയിലെത്തി. അപ്പൊ പോകുന്ന വഴിയിലെല്ലാം ഹോട്ടലിൽ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സ്ലോ ചെയ്യുന്നുണ്ട്, പിന്നെ പോകുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല, നിർത്തുന്നില്ല. ഇതെന്താ ഇത്? അങ്ങനെ 1 മണി കഴിഞ്ഞു, 1:15 കഴിഞ്ഞു, 1:30 കഴിഞ്ഞ്, 1:45. ഇവനെന്താ നിർത്താത്തത്? എല്ലായിടത്തും സ്ലോ ചെയ്യും പോവും, സ്ലോ ചെയ്യും. അപ്പൊ ഞാൻ എന്റെ അളിയനോട് പറഞ്ഞു, അളിയാ ഇവൻ പണി തരുമോ? ഇവൻ നിർത്തുന്നില്ല വണ്ടി. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ് നിർത്തി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടായപ്പോ ജെറോമ് വണ്ടി സ്ലോ ആക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്തായി ചോദിച്ചു. അപ്പൊ ജെറോം പറഞ്ഞ് ഇവിടെ പൊങ്കലാണ് തമിഴ്നാട്ടില് പൊങ്കലിന്റെ ലീവായിരുന്നു, ഒരാഴ്ചയായിട്ട് ലീവാണ്, ഹോട്ടലുകളെല്ലാം അടവാണ്, അതാണ് കാര്യം. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ശരി, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. കുറെ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങളൊരു മലയാളി ഹോട്ടൽ കണ്ടു. മലയാളി ഹോട്ടലാണ് പക്ഷെ തമിഴ് ഫുഡ്. അത് മലയാളി ഹോട്ടലിൽ പോയി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് ബിരിയാണി നെയ് റോസ്റ്റ് ആണ് കഴിച്ചത്. നെയ് റോസ്റ്റ് അല്ലല്ലോ, അതൊക്കെ എഡിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഓർക്കുന്നു 2 ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് അവര് കഴിച്ചു. ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മള്. റൈഡേഴ്സിന്റെ അഡ്വൈസ് ആട്ടോ, ഡയറക്ട്ലി ഫ്രം റൈഡേഴ്സ്. വേറൊരു ചെറിയ കാര്യം ഞാൻ മെൻഷൻ ചെയ്തോട്ടെ, വേറൊരു ചെറിയ കാര്യം ഞാൻ മെൻഷൻ ചെയ്തോട്ടെ. അപ്പൊ ഞങ്ങള് കൊല്ലങ്ങളായിട്ട് റോഡിൽ വെറുതെ ഞങ്ങള് കാറിന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ബൈക്കിന് ചീർപ്പാഞ്ഞ ബൈക്ക് പോകുന്ന സമയത്ത് ഈ ഹെൽമെറ്റ് വെച്ച് ഫുൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് ബാക്കിൽ ഇതൊക്കെ വെച്ചിട്ട് ബാഗൊക്കെ വെച്ചിട്ട് പോകുമ്പോഴേക്കും കാറിലിരുന്ന് ഞാനും നന്ദേ അച്ഛനും ഒരേ ട്യൂണിലിങ്ങനെ റൈഡേഴ്സ് ചുമ്മാ പറയും. എന്താ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പറയും. എന്നിട്ട് അച്ഛന് ഒരു റൈഡറായിട്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോ മോനെ ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ച് അവിടുന്ന് വണ്ടി എടുക്കുന്നു. അപ്പൊ പറഞ്ഞു ഇനി നമ്മൾ പോകാൻ പോണ പെരിയകുളം വഴി കൊടൈക്കനാലിലോട്ട് കിടക്കും, കൊടൈക്കനാൽ ഹൈവേയിലോട്ട് കിടക്കാം നമുക്ക്. ശരി എന്ന് പറയണം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി വിട്ടുകയാണ്.
അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഓടിച്ചത് അളിയനാണ്. സജി അളിയനാണ് വണ്ടി ഓടിച്ചത്, സജി അങ്കിളാണ് വണ്ടി ഓടിച്ചത്. പിന്നെ നമ്മൾ പതുക്കെയാണ് പോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം കൊടൈക്കനാൽ ഇത് ഹൈ റേഞ്ച് കയറല്ലേ, സ്ലോയിലാണ് കയറാൻ പറ്റിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങള് കൊടൈക്കനാൽ രണ്ടൊരു പകുതി എത്തിയപ്പോൾ, ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് രണ്ടാമതും നേരെ പോയി. നേരെ ചെന്ന് ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചത് ആദ്യം ചെന്ന് റൂം എടുക്കാം. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോൾ നമുക്ക് അനുഭവമുണ്ട്, ഒരു ഹില്ലിന്റെ മുകളിലായിരുന്നു റൂം, അറ്റത്തായിരുന്നു. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് പേടിയായി പോയി. പകലായതുകൊണ്ട് നമ്മൾ ചെന്ന് ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച്, രാത്രിയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു നമുക്ക് ആദ്യം പോയി റൂം കണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാരും റൂമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാമെന്ന്. 2 to 3 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങള് അതേപോലെ തന്നെ നേരെ ഇവിടെ വന്നിട്ട് കൊടൈക്കനാലിലെത്തി നേരെ റൂമിൽ പോയി. റൂമിൽ പോയിട്ട് സാധനങ്ങളെല്ലാവരും റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര തണുപ്പും ഭയങ്കര കോടയായി. പിന്നെ പുറത്ത് പോകണം തന്നെ തോന്നല്ലോ, അത്ര തണുപ്പായി. പക്ഷെ ഞങ്ങൾ ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തിറങ്ങി. 4:30 മണിക്ക് ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തി ഇവിടെ. അതുകൊണ്ട് ഒരു 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ പുറത്ത് പോയി അവിടെ നമ്മുടെ ലേക്ക് വ്യൂവിൻ്റെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി. അവിടെ നിന്ന് ഒരു ഫുഡ് മേടിച്ചു, ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചു, 2 പിസ്സ ഓർഡർ ചെയ്തു. അവിടെ നിന്ന് നേരെ ബേസിക്കലി കൊടൈക്കനാലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കൊടൈക്കനാൽ ആ ഒരു ഫുൾ ഏരിയയില് ആകെ ഉള്ളൊരു ഹോട്ടൽ ഈ ഡോമിനോസ് ആണ്. അവിടെ ഒരു ഡോമിനോസ് ഉണ്ട്. ആക്ച്വലി ഈ ഡോമിനോസ് ഇരിക്കുന്ന റോഡില്ലേ, ആ റോഡിൽ പോയി കഴിഞ്ഞാൽ എനിക്കതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോഡായിട്ട് തോന്നുക. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോഡാണ്, കളറായിട്ട് അവിടെ ഈ ബ്ലൂ കളർ ഡോമിനോസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിസയും മേടിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോന്നു. പക്ഷെ റൂമിലോട്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഒരു മീറ്റർ ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്നില്ല, കോട കാരണം. അത്ര കോടയായി പോയി. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കോട ഞാൻ കണ്ടില്ല. 2 വീലറായിട്ട് പോലും ബൈക്കായിട്ട് പോലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു, അത്ര കോടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ എത്തി, റൂമിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്നൊരു ദിവസം സുഖമായി കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി ഞങ്ങള് ഓഫീസ് ബോയിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ രാവിലെ 8 മണി, രാവിലെ തന്നെ 6:30 മണിക്ക് ഞങ്ങൾക്ക് ബെഡ് കോഫി എത്തി. നല്ല കോഫിയായിരുന്നു. അത് കഴിഞ്ഞ് 9 മണിയായപ്പോൾ 8:30 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിൽ പൂരി മസാലയാണ് ഓർഡർ ചെയ്തിരുന്നത്, നല്ല പൂരി മസാലയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചായ എനിക്ക് വേണം, ചായ പക്ഷേ ആ ചെറിയ ഗ്ലാസ് പോരാ, ഇത്തിരി വലിയ ഗ്ലാസ് വേണം, നോർമൽ സൈസ് ഗ്ലാസ് ചായ തരാൻ പറഞ്ഞു. അവൻ അന്ന് മുതൽ 2 ദിവസവും എനിക്ക് നല്ല നോർമൽ സൈസ് വലിയ ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തന്നത്. നല്ല ചായ ആയിരുന്നു അത്. ഓക്കെ, അന്ന് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. അതെ, അവിടെ വീട്ടിലുണ്ടാക്കിയാണ്. ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ പേര് കരൂർ ഹോംസ് എന്നായിരുന്നു. നല്ല സർവീസാണ്. നമ്മൾ ലേക്ക് വ്യൂവിൻ്റെ അടുത്ത് ഒരു 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു. നല്ല റോഡുമാണ്. അത് ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ ഒരു ഇതാണ് കേട്ടോ, ഏരിയയാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ 9 മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. പൂരി മസാല ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോണത് പൂമ്പാറ, ചൂണ്ടി, മൺമാർ എന്ന് പറയുന്ന 2-3 വില്ലേജുകൾ കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ പോകുന്ന വഴിയിൽ പൂമ്പാറയാണ് ആദ്യം. പക്ഷെ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല, ഒന്നും കാണാൻ പറ്റില്ല. രാവിലെ 9:30-10 മണിയായി സമയം പൂമ്പാറ എത്തുമ്പോൾ. ഇവിടുന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ ഉണ്ട്, 65 കിലോമീറ്ററോളം ഉണ്ട് ഈ പറയുന്ന സ്ഥലം. അപ്പം ഒരു രക്ഷയില്ല, വേഗം പോകണം, തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി പൂമ്പാറ ചെന്ന് ഒന്നും കാണാൻ പറ്റില്ല. അതിനുശേഷം എന്താണ് മൺമാർ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് അവിടെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു റിസർച്ച് സെൻ്റർ ഉണ്ട്. മുയൽ, ആട്, ഷീപ്പ് എല്ലാം ഉണ്ട് അവിടെ. ഭയങ്കര വലിയ ഏരിയയാണ്, ഭയങ്കര ഏരിയയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്താണ് അവിടെ കയറുന്നത് തന്നെ. മൊത്തം പുൽമേടാണ്.
അത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അവിടെ അതിൻ്റെ അകത്ത് കുതിര റൈഡിങ് എല്ലാ പരിപാടിയും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അത് പോയി കണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു ആമ്പൽ ലൈക്ക് ഉണ്ട്. ആമ്പൽ ഉള്ളി ആമ്പൽ മാത്രം, ഭയങ്കര വലിയ ഒരു ലൈക്കാണ്. അതിൽ ആമ്പൽ മാത്രമാണ്. അത് കൊടൈക്കനാലിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അവിടെ പോയി ആ ആമ്പൽക്കുളം എല്ലാം കണ്ട്, ആമ്പൽക്കുളം മീൻസ് അത് കിലോമീറ്ററോളം ഉണ്ട്. അതെല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് പൂമ്പാറ തിരിച്ചെത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ചെന്ന് വെളിയിൽ നിന്നുള്ള ലോങ് സൈറ്റ് വ്യൂ എല്ലാം കണ്ട് തിരിച്ച് ഗ്രാമത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെയും കുറേ നേരമൊക്കെ കണ്ട് ഏതാണ്ട് 2 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വ്യൂ പോയിന്റിലെത്തി. കൊടൈക്കനാൽ വ്യൂ പോയിന്റിൽ, മെയിൻ സെന്ററിൽ. അവിടെ നിന്ന് തിരിച്ച് പോയി ഞങ്ങൾ കറങ്ങി വന്ന് ഫുഡ് കഴിച്ചു. കണാക്കേവിലോട്ട് ചെന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം അവർ 4 മണിക്ക് ബ്ലോക്ക് ചെയ്തു. കാരണം ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്ക് ഞാൻ പല പ്രാവശ്യം കൊടൈക്കനാലിൽ പോയിട്ടുള്ളതാണ്, പക്ഷെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. അതെ, അതിൻ്റെതായ അങ്ങനെ അവിടെ നിന്ന് പിന്നെ രക്ഷയില്ല. കുറെ നേരമൊക്കെ അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ച് മറ്റേ പൈൻ ഫോറസ്റ്റ് കാണാൻ പോയി. പൈൻ ഫോറസ്റ്റ് ചെന്ന് വഴിയിൽ നിന്ന് കണ്ടപ്പോ സജി അളിയൻ പറഞ്ഞു, ഓ പൈൻ ഫോറസ്റ്റ് എന്ത് കാണാൻ, നമുക്ക് പോകാം, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോയി മൈൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ ഏരിയ ഉണ്ട്. അവിടെ ചെന്ന് കുറച്ചു നേരം നിന്ന് അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി വിട്ടു. അങ്ങനെ വണ്ടി വിട്ട് നേരെ ഞങ്ങൾ കറങ്ങി 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊടൈക്കനാലിലെത്തി. രാത്രി ഫുഡൊക്കെ കഴിച്ച് രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ കൊടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി. 9 മണിക്ക് ഞങ്ങൾ കറക്റ്റ് 9 മണിക്ക് ഞങ്ങൾ കൊടൈക്കനാലിനോട് ബൈ ബൈ പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ വന്നത് തിരിച്ച് ഇവിടെയാണ്, എവിടെ, പെരിയകുളം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പെരിയകുളത്തെത്തി. അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് രണ്ടാമത് ഞങ്ങൾ കമ്പം തേനി ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി വിട്ടുകൊണ്ടേയിരിക്കുകയാണ് നല്ല സ്പീഡിൽ. 3-ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു വരികയാണ്. അവിടെ ഞങ്ങൾ എത്താനായിട്ട് 11 മണിക്കൂർ എടുത്തു. അത്രയും സമയം ഏകദേശം. ഇല്ല, ഞങ്ങൾ 8-10 സ്ഥലത്ത് നിർത്തിയില്ലേ, 5-8 സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. അതുകൊണ്ടുള്ള ഡിലേ ആണ്. വേറെ ഗൂഗിൾ മാപ്പ് പറയുന്നതിനൊക്കെ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. പക്ഷേ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിർത്തുന്നത് കാരണമുള്ള ഇതാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പെട്ടെന്ന് എത്തിയത്. ഞങ്ങള് തിരിച്ചു വരാനും അവിടെ നിന്ന് 9 മണിക്ക് വന്നിട്ട് 7 മണിക്ക് 10 മണിക്കൂർ എടുത്ത്. അങ്ങോട്ട് പോയപ്പോ 10 മണിക്കൂർ എടുത്ത് നമ്മള്. വലിയ വ്യത്യാസമില്ല. തിരിച്ചു വരുമ്പോ എല്ലാരും അതെ. പക്ഷെ ആ റൂട്ടിലായതുകൊണ്ട് അധികം തിരക്കില്ല. ഈ കമ്പം തേനി റൂട്ടിലൊക്കെ തിരക്കില്ല. നല്ല ഹൈവേ അല്ലേ, വിട്ടു പോരാ നമുക്ക് വണ്ടി. കുമളിയൊക്കെ എത്തുമ്പോഴേക്കും ഉച്ചക്കാണ്. കുമളിയിലും നല്ല തിരക്കായിരുന്നു. കുമളി വലിയ ടൗണാണ്, കാണാൻ നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്ന് ഈ കുമളിയിൽ വന്നു. അവിടെ നിന്ന് കമ്പം തേനിയിൽ നിന്ന് വണ്ടി പെരിയകുളത്തു നിന്ന് ഞങ്ങൾ വണ്ടി വിട്ടിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി നിർത്തുന്നത് ഇവിടെയാണ്, കുമളിയിലാണ്. കുമളിയിൽ നിർത്തി ഒരു ചായ, വെള്ളം കുടിക്കണം. വെള്ളം ഉണ്ടായില്ല, അങ്ങനെ വെള്ളം തീർന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു വെള്ളം മേടിച്ച് കുടിച്ച്, ചായ കുടിച്ചില്ല, വെള്ളമാണ് കുടിച്ചത്. വെള്ളം കുടിച്ച് അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോൾ ജെറോം പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണത് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നത് പീരുമേട്ടിലാണ്. പീരുമേട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ എടുത്ത് കാണും. അവിടെ നിന്ന് വണ്ടി വിട്ട് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇവൻ്റെ കോളേജിലെ വൈസ് പ്രിൻസിപ്പള് അവരുടെ ഹസ്ബൻഡ് എല്ലാം അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ടില്ല, വൈസ് പ്രിൻസിപ്പളിനെ ഇവൻ കണ്ടില്ല. വൈസ് പ്രിൻസിപ്പള് ദൂരെ നിന്നിട്ട് ഫോട്ടോ എടുത്ത്. അപ്പൊ സജ്യങ്ങള് കണ്ട്. അപ്പൊ സജ്യങ്ങള് വിചാരിച്ച് ഇവരെന്തിനാ ഫോട്ടോ എടുക്കണത് ഇവന്റെ. അപ്പൊ സജിക്ക് അറിയില്ലല്ലോ ഈ ലേഡിനെ. അങ്ങനെ ഈ ലേഡിയെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത്, കോളേജ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത്, ജെറോം ഇവിടെ ഹോട്ടലിന്റെ കൊടൈക്കനാലിൽ പോയിട്ട് തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് പോയി. ഞങ്ങൾ പോകുന്ന അവിടെ നിന്ന് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ട്രിപ്പൊക്കെ പോകുന്ന ഒരുപാട് പേര് പറഞ്ഞത് ആയിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സന്തോഷ് കൊളങ്ങരയുടെ ഒക്കെ ഇന്റർവ്യൂലൊക്കെ ഓരോ ട്രിപ്പ് പോയതിന്റെയും കഥ പറയുമ്പോൾ പുള്ളി കണ്ട ഓരോ ആൾക്കാര് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അത് ഓരോ രാജ്യത്ത് പോയപ്പോ മീറ്റ് ചെയ്ത ആൾക്കാരോ ലോക്കലി സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്ത ആൾക്കാരോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ അച്ഛൻ ട്രിപ്പ് പോയപ്പോ ആരെങ്കിലും
കാരണം ഓരോ സ്ഥലത്തെ ആൾക്കാർ വ്യത്യാസം ഉണ്ടായാലും ആ സ്ഥലമായിട്ട് നമുക്ക് ഈസിലി ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഒരാൾക്കാർ. അങ്ങനെ എന്തെങ്കിലും മീറ്റ് ചെയ്തിരുന്നോ? യെസ് ഐ റിമെമ്പർ. ഞാനേ അത് ഞങ്ങൾ ചൂണ്ടി കൊടൈക്കനാലിൻ്റെ ഹൈ ലെവലിൽ പോയപ്പോൾ മുകളിൽ ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ ചൂണ്ടി എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് ഒരു കർവിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ഒരു അമ്മാമ്മയുടെ ചായക്കടയിലാണ് നിർത്തിയത്. അങ്ങനെ അമ്മാമ്മയുടെ ചായ ചെന്ന് അമ്മാമ്മയായിട്ട് വർത്താനം പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അമ്മാമ്മ പകുതി മലയാളം പകുതി തമിഴ്. ഇതെന്താ എന്ന് അന്വേഷിച്ചപ്പോൾ അമ്മാമ്മ പാലക്കാടുകാരത്തിയാണ്. ഒരു 45 കൊല്ലം മുമ്പ് അമ്മാമ്മ അവിടെ വന്നതാണ്, ഈ കൊടൈക്കനാലിൽ ഇതിന് വന്നതാണ്. അവർ അന്ന് മുതലേ ചെറിയ ആദ്യമേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ യൂക്കാലിസ് തൈലത്തിൻ്റെ ബിസിനസ്സായിരുന്നു. അവരായിട്ട് കണ്ട് പരിചയപ്പെട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ച്. അപ്പോൾ യൂക്കാലിസ് തൈലമായിരുന്നു അവരുടെ മെയിൻ ബിസിനസ്. ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിലെ ഗ്രാമങ്ങൾ മുഴുവനും ആൾക്കാർ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ 100 കണക്കിന് ആ സ്ത്രീകൾ യൂക്കാലിയുടെ ഇത് തടി വെട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. കാരണം അത് തൈലം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ അമ്മാമ്മയായിട്ട് പരിചയപ്പെട്ടപ്പോൾ അമ്മാമ്മ പാലക്കാടുള്ളതാണ്, 45 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ്. അന്ന് യൂക്കാലിത്തൈലമായിരുന്നു ബിസിനസ്. ഇപ്പം അത് കുറച്ച് ഇപ്പം ഞങ്ങൾ ഹോട്ടലുകളാണ്. ഇപ്പോൾ ചായക്കടയുണ്ട്, ഹോട്ടലുണ്ട്, ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകൾ, അങ്ങനെയുള്ള പരിപാടി 2-3 ഷോപ്പുകളൊക്കെ ഒന്നിച്ചിട്ട് അവരുടെ. അങ്ങനെ അവർ മക്കൾ മരുമക്കൾ പിള്ളേരൊക്കെ ആയിട്ട് അവിടെ സെറ്റിലാണ്. അങ്ങനെ ആ അമ്മാമ്മയായിട്ട് പരിചയപ്പെട്ടിരുന്നു ഞങ്ങൾ. വേറെ പ്രത്യേകിച്ച് പരിചയപ്പെട്ട ആൾക്കാരെന്ന് പറയാനായിട്ട് കണ്ട് മറന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഹായ് അത്രേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ അതാണെന്ന് ഓർത്ത് വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി, പീരുമേടെത്തി നിന്ന് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് പോരാൻ. അങ്ങനെ തിരിച്ച് ഇവിടെ വന്നു. ജെറോമിന്റെ ഒരു ഫ്രണ്ടിന്റെ കോഫി ഷോപ്പിൽ കയറി. കോഫി ഷോപ്പാണോ? അല്ല ഇത് വേറെ ഇത്തിരി നല്ല കോഫി ഷോപ്പ്. അത് അവന്റെ വീടിന്റെ തൊട്ട് ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. അവിടെ ചെന്നപ്പോഴും അവരൊക്കെ ചോദിച്ചോടി, നീ കൊടൈക്കനാലിൽ പോയിട്ട് കൊടൈക്കനാലിൽ പോയി വന്നാണ്. കാരണം ഇവൻ എന്നെ പോലെ അവനോട് 100 നോട്ടീസ് അടിച്ചാണ്. അച്ഛനുണ്ടല്ലോ ആക്ച്വലി കൊറേ പേരോട് അച്ഛൻ കൊടൈക്കനാലിൽ പോകുന്ന കാര്യം പറഞ്ഞത്. അതും അച്ഛൻ പറയുന്നത് കേൾക്കണം. അച്ഛനൊരു 10 പ്രാവശ്യം ഓൾറെഡി ബുള്ളറ്റിന് പോയി വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്കൊന്നും എല്ലാവരും വീട്ടിൽ അച്ഛൻ പറഞ്ഞു. നല്ല രസമായിരുന്നു കേൾക്കാൻ. ഞങ്ങള് അങ്ങനെ തിരിച്ച് അവിടെ വന്ന് ഒരു കോഫിയും കുടിച്ച് ജെറോമിനോട് ഷെയ്ക്കാനും കൊടുത്ത് നമുക്ക് ഇനി നെക്സ്റ്റ് സന്ധിക്കും വരെ വണക്കം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോന്നു. ഞാൻ നേരെ വണ്ടി ഞാനും അളിയനും കൂടി വീട് ലക്ഷ്യം പിടിച്ച് പോന്നുകൊണ്ടേ ഇരിക്കുകയാണ് വണ്ടി. പിന്നെ അപ്പൊ അവിടെ മുതൽ അളിയൻ ഓടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അളിയൻ ഓടിച്ചിട്ട് ഇത്തിരി സ്പീഡ് കുറഞ്ഞു പോണു, വണ്ടി ഡിലേ ആവണം. അപ്പൊ അളിയൻ തന്നെ പറഞ്ഞു, ഇല്ല അളിയ ഓടിച്ചോ. പിന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് വിട്ടു പോകുന്നു. കറക്റ്റ് 7:30 മണിക്ക് നമ്മൾ വീട്ടിലെത്തി. വരുന്ന വഴി നമ്മൾ കാക്കനാട് വഴിയാണ് വന്നത്. ഇല്ല, അതിലെ വന്നില്ല. അത് ഗൂഗിൾ മാപ്പ് വഴി വന്നത് കൊണ്ട് അവർ ഒരേ ഉള്ളിൽ ലോക്കൽ. ഞാൻ ബുള്ളറ്റാണ് ഈ ഇതിൽ സെലക്ട് ചെയ്തിരുന്നത്, ബൈക്ക് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് അവർ ചെറിയ ചെറിയ വഴികൾ പറഞ്ഞു തരുന്നുണ്ടായി. അതുകൊണ്ട് ഒട്ടും ട്രാഫിക് ഇല്ലാണ്ട് 1 സെക്കൻഡ് പോലും ട്രാഫിക്കിൽ പെടാത്തായിരുന്നു ഞാൻ പോകുന്നത്. അത് നല്ലൊരു ഇതായിരുന്നു. അതാ സമയം. കാക്കനാട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 6:15 6:30 ആയിട്ടുണ്ട്. നല്ല ട്രാഫിക്കിന്റെ സമയമാണ്. എങ്കിൽ പോലും ഞാൻ ട്രാഫിക്കിൽ പെടാണ്ട് പോകും. താങ്ക് യു. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യനും കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഇത് ആക്ച്വലി അമ്മ അച്ഛനോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അമ്മ ചോദിച്ചപ്പോഴേക്ക് അച്ഛൻ എന്തെങ്കിലും ഉടായ്പൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് ഒഴിവായി വിട്ടു. പക്ഷെ ഇതെന്തായാലും അച്ഛൻ പറയണം. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛൻ ട്രിപ്പ് പോയപ്പോ ഞങ്ങളെ മിസ് ചെയ്തോ? എന്റെ അമ്മനെ എനിക്ക് മിസ് ചെയ്യും. ഞങ്ങളെ എന്നെ തന്നെ അമ്മേനെ മിസ് ചെയ്താ. കാരണം നമ്മളാണ് ഇത്രയും കാലം ട്രിപ്പ് പോവാറ്. ചോദിച്ചത് അമ്മനെ മിസ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയാം. എന്റെ അമ്മനെ എനിക്ക് മിസ് ചെയ്യില്ല. എന്റെ അമ്മയ്ക്ക് 90 വയസ്സായല്ലേ. അമ്മനെ കൊണ്ടുപോകാൻ പറ്റുമോ ട്രിപ്പിന് പോകുമ്പോ? ബുദ്ധിമുട്ടല്ലേ അമ്മക്ക് അത്ര നേരം ബൈക്കിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ മുന്നേ അച്ഛനെ ഒഴിവാക്കി വിട്ട് അമ്മച്ചേ. അപ്പൊ അച്ഛനെ ഉത്തരം പറയാൻ റെഡിയല്ല. എന്താ ഈ ബുള്ളറ്റിന് നമ്മൾ റൈഡ് പോകുമ്പോ നമ്മുടെ ലക്ഷ്യം
നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വ്യൂ പോയിന്റ് ആണ്. അത് വേറെ അതിനിടക്ക് നമ്മൾ വേറൊരു ചിന്തയില്ല. മക്കളെന്ന ഭാര്യ എന്നുള്ള ചിന്ത നമ്മൾ അതെല്ലാം വീട്ടിന്റെ സ്റ്റെപ്പിൽ വെച്ചിട്ട് പോയി അവിടെ നമ്മള് കറക്റ്റ് വ്യൂയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ വിളിച്ച് നിങ്ങളെയൊക്കെ അമ്മനെ അമ്മനെ മക്കളെ വിളിച്ച് വിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതെ, അതാണ് അതില്. പിന്നെ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളില്ലാണ്ട് ഫസ്റ്റ് ടൈം പോയതല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എന്നാലും ബൈക്ക് റൈഡ് ആയതുകൊണ്ട് എനിക്ക് അത് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. ഓക്കെ, ശരി. അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അമ്മച്ചി അച്ഛനെ ഈ ട്രിപ്പിന് വിട്ടത് ഇനി അച്ഛൻ ജീവിതത്തിൽ ഇത് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. ക്വസ്റ്റ്യൻ അതല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് അമ്മച്ചി വിട്ടതെങ്കിലും എങ്ങാനും അമ്മ ഇനി ആണെന്ന് വിചാരിക്കുക. എങ്ങാനും അമ്മച്ചി ഒരു പ്രാവശ്യം കൂടി അച്ഛന് ട്രിപ്പ് പോവാൻ സമ്മതിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ അച്ഛനൊരു 5 ദിവസവും തന്നു. 5 ദിവസത്തിനുള്ളിൽ പോയി തിരിച്ചു വരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അച്ഛന് അടുത്തത് അച്ഛന് എവിടെ പോവാനാണ്, ബൈക്കിന് പോവാനാണ് ആഗ്രഹം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓൾ ഇന്ത്യ ബൈക്കിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് 5 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ എത്താൻ പറ്റില്ല. മിനിമം ഒരു 45 ദിവസം വേണം. 45 ദിവസമൊക്കെ പോയി വരാൻ വെറുതെ ഓടിച്ചു വരികയല്ല, പല സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. 45 ദിവസം നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാനുള്ള ഹെൽത്ത് മേജും ആയില്ലല്ലോ. ഒരു മാസം ഓക്കെ, അതൊക്കെ അഡ്ജസ്റ്റ് ആവുന്നുള്ള. ഒരു മാസം എന്തായാലും വേണം. കാരണം നമ്മൾ വെറുതെ വണ്ടി ഓടിച്ചു പോരല്ല ഉദ്ദേശിക്കുന്നത്. നമ്മള് കാഴ്ചകൾ കാണണം, പോകുന്ന വഴിക്കുള്ള. അതെ, 5 ദിവസം ഉണ്ടെങ്കിൽ അവിടെ പോകും. 5 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒന്നുകിൽ വാൽപ്പാറ സെലക്ട് ചെയ്യാം, നമ്പർ 2 വയനാട് സെലക്ട് ചെയ്യാം. അല്ലാതെ നോർത്ത് ഒന്നുമില്ല, ലഡാക്ക്. നോ 5 ദിവസം ഒന്നും പോരാ. അവിടെ ഒരു മാസമെങ്കിലും വേണം ലഡാക്ക് പോണെങ്കിൽ. വണ്ടി ഓടിക്കാൻ മാത്രം വേണം 5 ദിവസം വൺ സൈഡ്. അപ്പൊ ഒരു 15 ദിവസം ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അത് അമ്മിച്ച് കുറച്ചാൾ കഴിയുമ്പോ അമ്മിച്ച് സമ്മതിക്കും. നല്ല ആഗ്രഹങ്ങളാണല്ലേ. അതെ, അത് കുഴപ്പമില്ല. നമ്മള് ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മിച്ചിനെ പ്രൂവ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. നമ്മള് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ സമയത്തിനുള്ളില് നമ്മള് കൊടൈക്കനാൽ പോയിട്ട് തിരിച്ചു വന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അമ്മ നെക്സ്റ്റ് ട്രിപ്പിന് പറയുമ്പോ ഇത്രയും ഇത് ചെയ്യില്ല, അമ്മിച്ച് ഓക്കെ ചേട്ടാ, അതെ 4 ദിവസം പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് വരണം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. അച്ഛന്റെ 3 ഫൈനലായി അല്ല, ഇത് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അച്ഛൻ ലൈഫിൽ പോയേക്കുന്ന ഒരു ട്രിപ്പുകളില്, അച്ഛന്റെ ലൈഫിൽ അച്ഛൻ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ തന്നെ പോയിട്ടുണ്ട്. അതില് അച്ഛൻ ഒരു ടോപ്പ് 3 ഇതാണ് എന്റെ ലൈഫിൽ ഞാൻ പോയിരിക്കുന്ന ബെസ്റ്റ് 3 ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അച്ഛന്റെ ഈ ബൈക്ക് ട്രിപ്പ് പെടുമോ ഇല്ലയോ? 3 എണ്ണത്തില് ഒരെണ്ണം പറയാം. 3 ഏതാന്ന് പറയാം. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ നമ്മൾ പോയത് നല്ല ട്രിപ്പായിരുന്നു. അബഹയിൽ പോയത് നല്ല ട്രിപ്പായിരുന്നു. പിന്നെ ഇതും വേണമെങ്കിൽ അതേപോലെ എല്ലാ ട്രിപ്പും നല്ലതായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതൊരു വെറൈറ്റി അത്രേ ഉള്ളൂ. നമ്മൾ പോയിട്ടുള്ള എല്ലാ ട്രിപ്പും നല്ലതായിരുന്നു. നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുള്ളതാണ്. ഒരു വർഷത്തിൽ 3-4 ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നതല്ലേ. അപ്പൊ അതെല്ലാം നല്ലതായിരുന്നു. ഡൽഹി പോയത് നല്ലതായിരുന്നു. ഡൽഹി, പഞ്ചാബ്, അമൃത്സർ അതെല്ലാം പോയത് നല്ലതായിരുന്നു. അപ്പൊ പണ്ട് എന്തായാലും ഒരു വർഷത്തിൽ 3-4 ട്രിപ്പ് പോകുമായിരുന്നു. നിങ്ങൾ ചെറുതായിരുന്നു ചെറിയ ഇന്ന് പോയി നാളെ വരുന്നു, 2 to 3 days. അതെ, അങ്ങനെയുള്ള ട്രിപ്പുകളായിരുന്നു കൂടുതൽ. നമ്മൾ ദമാമ്, ജുബൈലി, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൗദിയില് ബീച്ച് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾക്ക് ബീച്ചുള്ള സ്ഥലങ്ങളില് നോക്കി നമ്മൾ പോവായിരുന്നു. അതെ, ചൂണ്ടയിടാൻ. പിന്നെ എന്റെ അച്ഛനൊരു ചൂണ്ട അഡിക്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് ചൂണ്ട റിലേറ്റ് ചെയ്തിട്ട് വേറൊരു എപ്പിസോഡ് എപ്പോഴെങ്കിലും ചെയ്യാല്ലേ. അച്ഛൻ മീൻ മേടിക്കാൻ പോകുന്നത് തന്നെ ആക്ച്വലി ഒരു കഥയാണ്. അച്ഛൻ വെറുതെ മീൻ മേടിക്കാൻ പോകാറില്ല. അച്ഛൻ ലേലം വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോയാണ് മീൻ മേടിക്കാറ്. ഓക്കെ, അപ്പോൾ താങ്ക് യു മിസ്റ്റർ പ്രദീപ്. ഞങ്ങൾക്ക് ഇത്രയും സമയം നമ്മുടെ കൂടെ നമ്മുടെ ചാനലിൽ സമയം നോക്കി ചെറുതായിട്ടൊരു 11:45 ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് മിസ്റ്റർ പ്രദീപ്. ഇനി ഇതുപോലെ ലൈഫിൽ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റട്ടെ, പോകുന്ന സമയത്ത് ഭാര്യയും പിള്ളേരെ എല്ലാരെയും കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു എവരിബഡി. നമ്മൾ കാറിന് പോകുന്ന ട്രിപ്പുകളിൽ എല്ലായിടത്തും നിങ്ങളെ കൊണ്ടുപോകും.
ബൈക്കിന് പോകുന്നിടത്ത് ഞാൻ ഒറ്റക്ക് പോകും. നിങ്ങൾ എന്തായാലും ഈ ബൈക്കിന് പോകുമ്പോഴൊക്കെ അച്ഛൻ പറയുന്നത് സോളോ ട്രിപ്പ് പോകണം, കാരണം ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നിർത്തേണ്ടി വരും, എപ്പോഴും ചായ കുടിക്കേണ്ടി വരും, എപ്പോഴും വെള്ളം കുടിക്കേണ്ടി വരുന്നൊക്കെ. ഇവരൊരു 10 പ്രാവശ്യമെങ്കിലും നിർത്തി. ഒരു ബുള്ളറ്റും കൂടി നമ്മൾ മേടിക്കുന്നു, അച്ഛനും അമ്മച്ചിയും ഒരു ബുള്ളറ്റില്, ഞാനും ചേച്ചിയും മറ്റേ ബുള്ളറ്റ്. അതെന്താ പറയുന്ന ബുള്ളറ്റില്ലേ, കാറ്റില്ലേ, മഴയില്ലേ, പ്രമിക്കുന്ന പെണ്ണില്ലേ, പോരെ അത് ബുള്ളറ്റിന് അത്ര നേരം സ്ത്രീകൾക്കൊന്നും അത്ര നേരം ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് കപ്പിൾസ് അവിടെ 2 വീലറിന് വരുന്നുണ്ട്. നമ്മള് ഇവിടെ മുതലേ കണ്ടിരുന്നു, എവിടെ മുതൽ കുമളി മുതൽ വരെ കണ്ടിരുന്നു. അവിടെ ഈ ഇവിടെ ചെന്നപ്പോഴും കൊടൈക്കനാലിൽ ചെന്നപ്പോഴും കണ്ട് അതേപോലെ ഡ്രസ് ചെയ്ത് ഇതായിട്ട് സെറ്റപ്പിന് വരുന്ന 10, 45, 50 വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരെയും കണ്ടിരുന്നേ. അതൊന്നും അല്ല, അത് ഇഷ്ടമുള്ളവർ, അതിനോട് ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുമ്പോ ബുദ്ധിമുട്ടായിട്ട്. ഉറപ്പല്ലേ അമ്മ? എന്തോന്ന് അമ്മച്ചീനെ അച്ഛനെ വിടാൻ റെഡിയാണോ? അമ്മച്ചിക്ക് അച്ഛനെ അങ്ങനെ വിടുന്നതിനോട് താല്പര്യം കുറവാണ്. പക്ഷെ അച്ഛന് അത് വളരെ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മേനെ മനസ്സ് മാറ്റാനും സാധ്യതയുണ്ട്. അച്ഛൻ അങ്ങനെ പോകുമ്പോ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനാണ്. കാരണം കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ടും നമ്മൾ ഒന്നിച്ച് മാത്രമാണ് എല്ലാ ട്രിപ്പും പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിലില്ലാതിരുന്ന പുറം രാജ്യത്തായതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്നതായിരിക്കാം. ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ പോകുമ്പോ ശരിക്കും അച്ഛൻ അടുത്തില്ലല്ലോ, അച്ഛൻ എന്ത് ചെയ്യുവാണ്, അച്ഛൻ മരുന്ന് കഴിച്ചോ, അച്ഛൻ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിച്ചോ, അച്ഛനെ ഉറങ്ങിയത് കറക്റ്റ് ആയിട്ടാണോ, എന്തെങ്കിലും ആവശ്യം അച്ഛന് വന്നോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ വരും. അതാണ് ഏജും ഇതാണല്ലോ. എല്ലാ നാട്ടിലാണ് മുമ്പ് തുടങ്ങി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ പ്രകൃതം അനുസരിച്ച് അച്ഛൻ ധാരാളം 2 വീലറിനും അല്ലാതെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അച്ഛനും നമ്മളും കൂടെ റിയാദിലായിരുന്നത് കൊണ്ട് അച്ഛന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അച്ഛൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എവിടെയെങ്കിലും പോകുമെന്ന് പറയുമ്പോ അമ്മയ്ക്കും ടെൻഷനാണ്. എന്തായാലും നമ്മൾ ഹാപ്പിയാണ് അച്ഛൻ ട്രിപ്പ് ഹാപ്പി ആയിട്ട് പോയോ, തിരിച്ചു അച്ഛൻ ഹാപ്പി എന്നുള്ളതിൽ നമ്മൾ ഹാപ്പിയാണ്. തിരിച്ചു കയറി വന്നപ്പോ വെരി ഹാപ്പി. അതെ, തിരിച്ചു കയറി ഫ്രീ ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു. ഓക്കെ, അപ്പൊ ശരി, അച്ഛൻ അത് ഞാൻ മതിയാക്കിയത് ഷർട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു എവരിബഡി ഫോർ വാച്ചിങ്. കാരക്കോട്ടിനെ കാണിച്ച അപ്പൊ ഓക്കെ എവരിബഡി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ ഇത്. ഇതുപോലെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വേറെ ഗസ്റ്റ് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ എടുക്കും. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിസ്റ്റർ പ്രദീപ് നമുക്ക് ഇത്ര സമയം നമ്മുടെ ചാനലിന് വേണ്ടി ചെലവാക്കിയതിൽ. സോ താങ്ക് യു എവരിബഡി. ഇനി വിൽ ബി കമ്മിങ് വിത്ത് അതർ വീഡിയോസ്. താങ്ക് യു എവരിബഡി ഫോർ വാച്ചിങ്. Like, share, comment and subscribe to our channel for more.